നമസ്കാരം, ഏവർക്കും ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ ഏകദേശം 5000-ൽ പുറത്ത് സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു. 5.14K സബ്സ്ക്രൈബറായി. വളരെ സന്തോഷമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ചില സാഹചര്യങ്ങളുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല, എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നില്ല. അതെല്ലാം നമുക്ക് ഉടനെ തന്നെ പരിഹരിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ഉടനെ ഉണ്ടാകും. നമ്മൾ ഇന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതെ തന്നെ, ചിലപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ട്രെയിൻ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ബർത്ത് ബുക്ക് ചെയ്യാൻ പറ്റാതെ തന്നെ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് RAC ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെ പല രീതിയിലും ഈ TT ഒക്കെ ചൂഷണം ചെയ്ത് നമ്മൾ കാണുന്നതാണ് സ്വാഭാവികമായിട്ടും. അപ്പം നമുക്ക് RAC തരുമ്പോൾ നമ്മളെ RAC തന്നെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സീറ്റ് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് വെയിറ്റിങ്ങിൽ നമ്മളൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കയറിയാൽ നമ്മളിൽ നിന്ന് അമിതമായി പണം പിടിക്കുക, സീറ്റില്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് ട്രെയിനിൽ കയറുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട നിയമമുണ്ട്. നമ്മൾ സ്ലീപ്പറിലാണ് കയറുന്നതെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാലും 50 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും നമുക്ക് 250 രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടത്. 250 രൂപയാണ് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടത്. അത് ഒരു സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങിയാലും ഒരു 100 സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും ഫൈൻ 250 സ്ലീപ്പറിൽ ഉണ്ടാകുന്നത്. ഇനി 3AC ഫൈൻ ഇല്ല. നമ്മൾ എന്താണോ 3AC ചാർജ് അത് അടയ്ക്കണം. ഇനി സീറ്റ് ഇല്ലെങ്കിൽ ഇരട്ടിയാണ് ഫൈന്. ഇതാണ് അവിടുത്തെ രീതി. അതായത് സീറ്റ് ഉണ്ടെങ്കിൽ നോ ഫൈൻ, സീറ്റ് ഇല്ലെങ്കിൽ ഡബിൾ ഫൈൻ. ഇതാണ് AC കമ്പാർട്ട്മെൻറ്റിൽ. സ്ലീപ്പറിൽ സീറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിൽ 250 രൂപ ഫൈൻ വരും. സീറ്റ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് തരും. ഇതാണ് നിയമം. പക്ഷേ മിക്കവാറും ഇത് നമുക്ക് മനസ്സിലാവില്ല, എങ്ങനെയാണ് എവിടെ സീറ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി ഇരുന്നാൽ മതിയല്ലോ. അതിനൊരു ഓപ്ഷൻ ഇപ്പോൾ റെയിൽവേ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇത് IRCTCയുടെ ആപ്ലിക്കേഷനാണ്. നമ്മളിവിടെ ട്രെയിൻ ടിക്കറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. മൈ ബുക്കിംഗ്സ് കാണാം, PNR ചെക്ക് ചെയ്യാം. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ, ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ചാർട്ട് വേക്കൻസി കാണുന്നുണ്ട്. ഈ ചാർട്ട് വേക്കൻസി നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് നമുക്ക് ഒരു ഇതിലേക്ക് ഡയറക്റ്റ് ആവുന്നു. നമുക്കിവിടെ ട്രെയിൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ഈ ട്രെയിൻ നമ്പർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ട്രെയിനിൽ നമുക്ക് ഏതെങ്കിലും സീറ്റ് അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. നമുക്കൊരു ട്രെയിൻ, നമുക്കിപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയിലേക്ക് വന്ന ട്രെയിൻ നോക്കാം. അപ്പോൾ നമുക്കിവിടെ അനന്തപുരി എക്സ്പ്രസ് ഉണ്ട്, 20636. ഈ ട്രെയിനിൽ നമുക്ക് ഏതെങ്കിലും ബർത്ത് അവൈലബിൾ ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 20636. അപ്പോൾ നമ്മളിവിടെ 20636 കൊടുത്തു. അനന്തപുരി എക്സ്പ്രസ് വന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഇത് കൊല്ലം, പരവൂർ, അങ്ങ് തിരിച്ച് ട്രിവാൻഡ്രം വഴി പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്ത് നിന്ന് കയറിയതായിട്ട് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ ട്രെയിനിൻ്റെ ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്ലീപ്പറിൽ നോക്കാം. സ്ലീപ്പറിൽ താണ്ടെ S9 നാഗർകോവിൽ മുതൽ തിരുനെൽവേലി വരെ 54 സീറ്റ് നമ്പർ ഇങ്ങനെ നമുക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 50 വരെ ഒരുമിച്ച് കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് കണ്ട ഇത്രയും ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ കൊല്ലം മുതൽ കയറുമ്പോൾ എവിടം വരെ ഏതൊക്കെ സീറ്റുകൾ അവൈലബിൾ ആണ്, S9 ഇത്രയും സീറ്റുകൾ അവൈലബിൾ ആണ്. എവിടം മുതൽ എവിടം വരെ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. S8 ഇവിടം വരെ താണ്ടെ കൊല്ലം മുതൽ വള്ളിയൂർ വരെ S8 അവൈലബിൾ ആണ്. S9 കൊല്ലം മുതൽ ട്രിവാൻഡ്രം സെൻട്രൽ വരെ, നാഗർകോവിൽ വരെ S9 ഉണ്ട്. അങ്ങനെ ഓരോ കോച്ചിലും ഏത് സീറ്റ് നമ്പറാണ്, സീറ്റ് നമ്പർ തന്നെ ഇവിടെ കണ്ടല്ലോ. അപ്പോൾ കോച്ച് നമ്പർ, സീറ്റ് നമ്പറും അവൈലബിൾ ആണ്. അത് എവിടം തൊട്ട് എവിടം വരാമെന്നുള്ളത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വലിയൊരു ചേഞ്ചാണിത്. ഇനി നമുക്ക് ഇത്, പക്ഷേ ഈ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെയും ഓൺലൈനിൽ കിട്ടിയിട്ടില്ല. ഉടനെ അതും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഇത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ അറിയാം ഇന്ന സീറ്റ് അവൈലബിൾ ആണ്, നമുക്ക് അവിടെ പോയിരിക്കാം. 250 രൂപ ഫൈൻ അടച്ച് നമുക്ക് അവിടെ പോയിരിക്കാം നമുക്ക് സുഖമായിട്ട്. TTയുടെ കാര്യം കൈ പിടിക്കേണ്ട കാര്യമില്ല. TT എടുത്ത് നമുക്ക് അവകാശത്തോടെ പറയാം, ആ സീറ്റ് നമ്പർ എഴുതി തരാൻ പറയാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ റെയിൽവേ തന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ട്രെയിൻ നോക്കാം, 12696. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്കിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇതിനകത്ത് തേർഡ് AC കൂടെ നോക്കിയിട്ട് പോകാം. തേർഡ് ACയിൽ B3 23 സീറ്റ് നമ്പർ 23 എവിടം വരെ, താമ്പരം മുതൽ ചെന്നൈ എഗ്മോർ വരെ, കൊല്ലം മുതൽ കുളിത്തുറൈ വരെ 64, കൊല്ലം മുതൽ തിരുനെല്ലൂർ B3 45. അങ്ങനെ B3 ഇത്രയും സീറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചും കൂടെ ഇത് നോക്കാം, കുറേയും കൂടെ ഉണ്ടോ. അപ്പോൾ B3 കുറേ സീറ്റ്സ് അവൈലബിൾ ആണ്. ചില ഇപ്പം താമ്പരം മുതൽ എഗ്മോർ വരെ ഈ സീറ്റ്. അപ്പോൾ ഇത് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ട്രാവൽ പ്ലാൻ കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ട്രെയിൻ നോക്കിയാലോ, മറ്റൊരു ട്രെയിൻ നമ്പർ നോക്കിയാലോ, 12696. അപ്പോൾ 12696 നമ്മൾ നോക്കുന്നു. 12696
നമ്മൾ ബോർഡിംഗ് ട്രെയിൻ നമ്മൾ ട്രിവാൻഡ്രം തന്നെ കൊടുക്കുന്നു. നമ്മൾ എന്നിട്ട് ഗെറ്റ് ട്രെയിൻ സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഇത് ഓൾറെഡി യാത്ര തുടങ്ങിയ ട്രെയിൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്ര തുടങ്ങാൻ പോകുന്ന ട്രെയിനല്ല. ആ ടൈമിംഗ് നിങ്ങൾ നോക്കുക. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് 5:15 എടുത്ത ട്രെയിനാണ്. നേരത്തെ നോക്കിയ ട്രെയിൻ ട്രിവാൻഡ്രത്ത് നിന്ന് 4 5 എടുത്ത ട്രെയിനാണ്. 4-നും 5-നും യാത്ര സ്റ്റാർട്ടായ ട്രെയിനാണ്. ഇപ്പം നമ്മുടെ സമയം വൈകുന്നേരം 7:10 ഓക്കെ. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ബർത്തിൽ ഏത് സീറ്റ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്, ഏത് ബർത്ത് അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ട്രെയിനിൽ നോക്കുന്നു. ഇവിടെയും S9-ൽ സീറ്റ് നമ്പർ 60 ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ. നമുക്ക് ഇവിടെ താഴെ വന്നിട്ട് 10 അല്ല, ഒരു 50 കൊടുക്കാം. കാരണം നമുക്ക് ഒരുമിച്ച് അത്രയും കാണാമല്ലോ. അപ്പോൾ കണ്ടില്ലയോ? ഇപ്പോൾ ട്രിവാൻഡ്രം ചെങ്ങന്നൂർ വരെ ഈ S9-ൽ 36, ട്രിവാൻഡ്രം മുതൽ മാവേലിക്ക് വരെ. അപ്പോൾ നമുക്ക് ചെറിയ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുമല്ലോ. ട്രിവാൻഡ്രത്ത് കൊല്ലത്തിറങ്ങുന്നവരാണെങ്കിൽ S7-ൽ പോയി 72 ഇരുന്നാൽ മതി. നമുക്കൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റും ഉണ്ട്. നമ്മൾ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്ലീപ്പറിൽ യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറി ഇരുന്ന് TT വരുന്നത് നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇന്ന സീറ്റ് വേക്കൻ്റ് ആണ്, നമുക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ സാധാരണ മറ്റുള്ളവർക്ക് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യും, ചേട്ടാ ഞാനൊന്ന് ഇരുന്നോട്ടെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സ്ലീപ്പറിൽ നമുക്ക് ഇന്ന സീറ്റിൽ പോയി നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഈ ഇതിൽ 3AC നോക്കാം. 3AC-ലുണ്ടോ? B3-ൽ ഞാൻ പറയുന്നത് B3-ലും സീറ്റ് നമ്പറും കോച്ച് നമ്പറും ഇതാണ് കൊടുത്തിട്ടുണ്ട്. B2-ൽ 63, B3-ൽ 19, B3-ൽ 20. നമുക്കിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ, അതുകൊണ്ട് ഇതെല്ലാം കോട്ടയം വരെയാണ്. ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ, ചങ്ങനാശ്ശേരി വരെ, ട്രിവാൻഡ്രം മുതൽ കന്യാകുമാരി വരെ, കായംകുളം വരെ, ട്രിവാൻഡ്രം ചെങ്ങന്നൂർ, വർക്കല ശിവഗിരി വരെ, ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ. ഈ B3-ൽ 29 സീറ്റ്. ഇപ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതാണ്. നമുക്കിനി ഒന്ന് ബാക്ക് അടിച്ച് വേറൊരു ട്രെയിൻ ഒരു റൂട്ട് നോക്കിയാലോ. നമുക്ക് ട്രിവാൻഡ്രം മുതൽ നമുക്ക് കാസർഗോഡ്, നമ്മൾ കേരളം തന്നെ നോക്കാം. കാസർഗോഡ് വരെയുള്ള ഏതെങ്കിലും ട്രെയിനിൽ നമുക്ക് സീറ്റ് വല്ലതും കിട്ടുമോ നോക്കാം. കാസർഗോഡ് ഓക്കെ. നമ്മൾ നോക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ നോക്കാം. ഇന്നത്തെ ദിവസം 12-ാം തീയതി ഓഗസ്റ്റ് 12. നമ്മൾ ഇന്ന് നോക്കുന്നു. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ, ഇതുവരെയും ഇപ്പോൾ സ്റ്റാർട്ടായ ട്രെയിൻ. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഈ പറയുന്ന ട്രിവാൻഡ്രം ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ട് 20632. നമുക്കത് നോക്കാം. വന്ദേ ഭാരത് കിട്ടുമെന്ന് നോക്കാം. വന്ദേ ഭാരതിൽ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടോ നോക്കാം. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, AC കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കയറാം. പക്ഷേ ഇതിന് കയറാം. ഇത് 20632 നെറ്റ് 20632 നമ്മൾ നോക്കുന്നു. ചെയർക്കാറിൽ നമുക്ക് എന്തെങ്കിലും സീറ്റ് അവൈലബിൾ. C4-ൽ 28, എറണാകുളം മുതൽ തൃശ്ശൂർ വരെ അവൈലബിൾ ആണ്. എറണാകുളം തൃശ്ശൂർ വരെ. C4-ൽ 29 അവൈലബിൾ. തൃശ്ശൂർ മുതൽ ഷൊർണൂർ വരെ. C2-ൽ 78 അവൈലബിൾ ആണ്. എനിക്കൊന്ന് ഇപ്പം ഓൾറെഡി ഇതാണ് ഇപ്പോഴത്തെ ഈ ട്രെയിനിൻ്റെ അവസ്ഥ. നമുക്കിനി അടുത്ത നോക്കാം. ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ കറണ്ട് റണ്ണിങ് നോക്കട്ടെ. ഗെറ്റ് റണ്ണിങ് സ്റ്റാറ്റസ്. ഇപ്പോൾ എറണാകുളം കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ എറണാകുളത്തെ ടൈം കൂടുതലും എറണാകുളത്തെ സീറ്റ് കാണിക്കുന്നത്. കാരണം ഓൾറെഡി ട്രിവാൻഡ്രത്ത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇനി നമുക്ക് മുമ്പോട്ടുള്ള ഇപ്പോൾ ആ ട്രെയിനിൻ്റെ കറൻ്റ്ലി എറണാകുളം ടൗൺ വിട്ട ട്രെയിനാണ്. അതുകൊണ്ടാണ് ആ എറണാകുളത്തിൻ്റെ മുതലുള്ളത് കാണിച്ചത്. ഓക്കെ. ഇനി നമുക്ക് വേറെ ട്രെയിൻ നോക്കാം. ഓക്കെ. നമുക്ക് ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള 6:40 മലബാർ എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. 16629. അപ്പോൾ 16629 നമുക്ക് നോക്കിയാലോ. 16629 മലബാർ എക്സ്പ്രസ്. നമ്മൾ ട്രിവാൻഡ്രം തന്നെ കൊടുക്കുന്നു. നമ്മൾ ബോർഡിംഗ് സ്റ്റേഷൻ നമ്മൾ എന്നിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തും പറയുന്നു സ്ലീപ്പർ ക്ലാസ്സിലാണോ വേണ്ടത്, ഏതാ നോക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിൽ നോക്കുന്നു. ഇപ്പോൾ ഓൾറെഡി ട്രിവാൻഡ്രം കഴിഞ്ഞു, കൊല്ലത്ത് എത്താറായി കാണും. അപ്പോൾ നമുക്കിവിടെ ഉണ്ടോ, ഇവിടെ എല്ലാ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ, തലശ്ശേരി മുതൽ കണ്ണൂർ വരെ, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ, മാഹി, ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ. S9-ൽ 67 വേക്കൻ്റാണ്. ട്രിവാൻഡ്രം മുതൽ തലശ്ശേരി മുതൽ കണ്ണൂർ വരെ. അപ്പോൾ ഈ 2 സ്റ്റേഷനിലിടയ്ക്ക് ഏതൊക്കെ സീറ്റ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ചിലർ ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് കയറി കണ്ണൂർ ഇറങ്ങുന്നവരായിരിക്കും, കോഴിക്കോട് ഇറങ്ങുന്നവരായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ S9-ൽ 45 സീറ്റ് അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം മുതൽ കഴക്കൂട്ടം വരെ S9-ൽ 30 സീറ്റ് അവൈലബിൾ ആണ്. കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ S9-ൽ 67 സീറ്റ് അവൈലബിൾ ആണ്. സീറ്റ് നമ്പർ 67 അവൈലബിൾ ആണ്. സീറ്റ് നമ്പറാണ്, നമ്പർ ഓഫ് സീറ്റ്സ് അല്ല, സീറ്റ് നമ്പറാണ്. അപ്പോൾ ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ S9-ൽ 21ാമത്തെ നമ്പർ സീറ്റ് നമ്പർ അവൈലബിൾ. കാരണം ഈ സീറ്റ് ചിലപ്പോൾ ചെങ്ങന്നൂരിതാണ് S9-ൽ 21 ബുക്ക് ചെയ്തിട്ടുള്ളത്. ചെങ്ങന്നൂർ മുമ്പോട്ട് പോകുന്നത്. അപ്പം ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ ഈ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുവാണ്.
ഇതാണ് നമുക്ക് ഞാൻ പാസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഇൻഫർമേഷൻ. എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കുക, കാരണം നമ്മൾ എ സിയിൽ നോക്കുന്നു, 3 AC. ഞാൻ സ്ലീപ്പറും 3 AC മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇതുവരെയും. നമുക്കൊന്ന് 2 AC-ലോട്ടൊന്ന് നോക്കിയാലോ കേട്ടോ. 2 AC-ലും HA1-ൽ 19, A1-ൽ 42. എവിടെ തൊട്ട്? ട്രിവാൻഡ്രം മുതൽ കരുനാഗപ്പള്ളി, ട്രിവാൻഡ്രം മുതൽ മാവേലിക്കര, ട്രിവാൻഡ്രം മുതൽ കോട്ടയം വരെ ഈ സീറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഉണ്ടല്ലോ. ട്രിവാൻഡ്രം, ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി, ഇതെല്ലാം ട്രിവാൻഡ്രം മുതൽ A1-ൽ. നമുക്ക് ഫസ്റ്റ് AC കൂടെ നോക്കിക്കളയാം. എന്തായാലും ഫസ്റ്റ് AC-ലും സീറ്റ് ഏതൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കുക. കണ്ണൂർ, ട്രിവാൻഡ്രം മുതൽ ചെങ്ങന്നൂർ വരെ ഉണ്ട്. ട്രിവാൻഡ്രം കോട്ടയം, ട്രിവാൻഡ്രം തിരുവല്ല, ട്രിവാൻഡ്രം ആലുവ, ട്രിവാൻഡ്രം മുതൽ ആലുവയിൽ HA1-ൽ സീറ്റ് നമ്പർ 3 അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് പാസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇങ്ങനൊരു സംഭവം റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയുടെ IRCTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് നമുക്കിത് കാണാൻ പറ്റും. ഇത് ഞാനിപ്പം നോക്കിയത് ആപ്പിലൂടെയാണ്, IRCTC ഒഫീഷ്യൽ ആപ്പിലൂടെയാണ്. ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം, ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ഉണ്ട്. അതിൽ ഈ കാണിക്കുന്ന ചാർട്ട് വേക്കൻസി എന്നുള്ള ഓപ്ഷനിലാണ് ഈ ഓപ്ഷൻ അവൈലബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. എല്ലാവരും ഈ വീഡിയോ പരമാവധി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ RAC ടിക്കറ്റാണ് നമ്മൾ ട്രെയിനിൽ കയറി, അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റേ ഉള്ളൂ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റെയിൽവേയുടെ ഒരു ആപ്പുണ്ട്, അതുവഴി നമുക്ക് ഓൺലൈൻ വഴി തന്നെ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമുക്ക് കൗണ്ടറിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വഴിക്ക് തന്നെ ഓട്ടോയിലിരിക്കുമ്പോഴോ കാറിലിരിക്കുമ്പോഴോ നമുക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞു, സ്ലീപ്പറിലാണെങ്കിൽ 250 രൂപ ഫൈന്, AC-യിലാണെങ്കിൽ ഫൈനില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമുക്ക് AC-യുടെ ടിക്കറ്റിൻ്റെ ഡബിൾ ഫെയർ കൊടുക്കേണ്ടി വരും. സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ AC-യുടെ ഫെയർ കൂടെ മാത്രം അടച്ചാൽ മതി. അടച്ചു കഴിഞ്ഞാൽ നമുക്ക്, അപ്പോൾ അതിൽ നമുക്ക് ഏത് ട്രെയിനിൽ കയറുമ്പോൾ ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാർട്ട് വേക്കൻസി നോക്കിയാൽ മതി. RAC-കാരനാണെങ്കിൽ നിങ്ങൾ TT കാണിക്കാം, സാർ ദാണ്ടേ ഈ സീറ്റ് അവൈലബിൾ ആണ് സാർ, എനിക്ക് ഈ സീറ്റ് ഇവിടെ തൊട്ട് ഇവിടം വരെ എഴുത്താം, ബാക്കി ഞങ്ങളൊന്ന് മാനേജ് ചെയ്തോളാം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇങ്ങനൊരു പവർ നമ്മുടെ കിട്ടി. ആസ് എ കൺസ്യൂമർ, ആസ് എ ഉപഭോക്താവ്, റെയിൽവേയുടെ ഉപഭോക്താവ് നിലയിൽ നമുക്ക് ഇങ്ങനൊരു പവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം. എല്ലാ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരം നല്ല നല്ല ഇൻഫർമേഷനായിട്ട് നമ്മൾ വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് പ്രധാനമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ്സ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹൈസ്കൂൾ.